സംപൂജ്യരായ എല്ലാ കുടുംബാംഗങ്ങൾക്കും ധന്യമായ സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും നമ്മളുടെ പതിവ് പ്രാർത്ഥനയുടെ ഭാഗമായി, പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരന്തരം നമ്മളുടെ മനസ്സിലും ചിന്തകളിലും വീക്ഷണത്തിലും നമ്മളുടെ സംസ്കാരത്തിലും നമ്മുടെ രാഷ്ട്രത്തിലും നിറഞ്ഞു കവിയുന്നു. ഭാരതം ഇന്ന് വെറും ഒരു രാജ്യമല്ല, ഭാരതം ഒരു രാഷ്ട്രമാണ്. അഡ്വക്കേറ്റ് ജയശങ്കർ കഴിഞ്ഞ ആഴ്ച പറയുകയുണ്ടായി, ഭാരതത്തെ രാജ്യം എന്നാണ് മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ പറയുക. പക്ഷേ ഭാരതത്തെ രാഷ്ട്രമെന്ന് മാത്രം അറിഞ്ഞും അറിയാതെയും നിരന്തരം പറയുന്നവരുണ്ട്. അവർക്ക് ഭാരതം ഒരു രാജ്യമല്ല, ഭാരതം ഒരു രാഷ്ട്രമാണ്. ഭാരതം എന്ന രാജ്യം, ഭാരതം എന്ന രാഷ്ട്രം, ഈ രണ്ട് വാക്കിന് വലിയ വ്യത്യാസമുണ്ട്. രാഷ്ട്രം എന്ന വാക്ക് ഒരു സംസ്കാരം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളുമ്പോഴാണ്. രാജ്യം പ്ലസ് സംസ്കാരം ഈസ് ഈക്വൽ ടു രാഷ്ട്രം. നമ്മൾ പറയാറില്ലേ, ഹിയറിംഗ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു ലിസണിംഗ്, സീയിങ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു വാച്ചിങ്, ടോക്കിംഗ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു ഡിസ്കസിംഗ്, തിങ്കിങ് പ്ലസ് മൈൻഡ് ഈസ് ഈക്വൽ ടു അനലൈസിംഗ്. ആ മൈൻഡ് ചേരുമ്പോഴാണ് ഹിയറിംഗ് ലിസണിംഗ് ആവുന്നത്, ലുക്കിംഗ് വാച്ചിങ് ആവുന്നത്. അതേപോലെ രാജ്യത്തിൽ സംസ്കാരം ചേരുമ്പോഴാണ് രാഷ്ട്രമാകുന്നത്. ആ രാഷ്ട്ര സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, നമ്മളുടെ പ്രകൃതിയെ നമ്മൾ ഈശ്വര തുല്യമായിട്ട് കാണുന്നു. വായുവിനെയും ജലത്തെയും അഗ്നിയെയും സൂര്യനെയും ഈശ്വരനായിട്ട് കാണുന്നു. അതിന് കാരണം നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. വായു ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു ജീവജാലവും ഉണ്ടാവില്ല, വെള്ളമില്ലെങ്കിൽ ഒരു ജീവജാലവും ഉണ്ടാവില്ല, അകത്തും പുറത്തുമുള്ള അഗ്നി ഇല്ലെങ്കിൽ ഒരു ജീവജാലവും ഉണ്ടാവില്ല, സൂര്യനില്ലെങ്കിൽ ഒരു ജീവജാലവും ഉണ്ടാവില്ല. ആ ജീവജാലത്തിന്റെ നിലനിൽപ്പിന് ഉത്ഭവം മുതൽക്ക് മരണം വരെ ഈ നാലും പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമായിട്ടുണ്ട്. നമസ്തേ വായോ എന്ന് പറയാൻ കാരണം അതാണ്. നമസ്തേ അഗ്നേ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാം ഏവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി എന്ന് പറയാൻ കാരണം അകത്തുള്ള ജഡരാഗ്നിയും പുറത്തുള്ള അഗ്നിയും. അതാണ് വായുവിനെ പോലെ, വെള്ളത്തെ പോലെ, സൂര്യനെ പോലെ മനുഷ്യന്റെ നിലനിൽപ്പിന് ആധാരമായത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ എളുപ്പമാണ്. ഇന്നലെ ഒരാൾ പറയുന്നത് കേട്ടു മറ്റൊരാളുടെ, ദൈവം ഉണ്ടോ? അയാൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു പോയി. കുറെ കഴിഞ്ഞാൽ പറഞ്ഞു, നിനക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ ദൈവത്തിനോട് പറഞ്ഞാൽ ദൈവം തരുവോ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല. വേറെ ആരോടെങ്കിലും പറഞ്ഞാൽ തരുവോ? തരും. എന്നോട് പറഞ്ഞാൽ ഞാനും കൊണ്ടു തരും. അപ്പൊ ദൈവം ഇല്ലാതെ ജീവിച്ചൂടെ? അപ്പൊ ആ പയ്യൻ ചോദിച്ചു, ഈ വെള്ളം ഉണ്ടാക്കിയതാരാ? അത് ദൈവമല്ലേ എന്നാ പയ്യൻ ചോദിച്ചു. അപ്പൊ ഇപ്പുറത്തുള്ള ആള് പറഞ്ഞു, ആ വെള്ളം ഉണ്ടാക്കിയത് ദൈവമല്ല, ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് വെള്ളം ഉണ്ടായത്. ഈ ഹൈഡ്രജനും ഓക്സിജനും കൂടി ചേർത്ത് വെള്ളം മനുഷ്യ ആവശ്യത്തിന് ഉണ്ടാവണമെന്ന് തീരുമാനിച്ചത് ഉപ്പുള്ള കടൽ വെള്ളം മേഘമായി, ഉപ്പില്ലാത്ത മേഘമായി കരയിൽ വന്ന് ഉപ്പില്ലാത്ത വെള്ളമായി മാറ്റുന്ന ഒരു ചൈതന്യമുണ്ട്. അതിനെ ഭാരതീയർ ദൈവം എന്ന് പറയുന്നത്. അത് മനുഷ്യരൂപത്തിൽ കൊടുക്കാൻ കാരണം മനുഷ്യരൂപമാണ് എളുപ്പം, പെർസീവ് ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് ഓർമ്മിക്കുക, ഈ പ്രകൃതിയിൽ നടക്കുന്ന ഓരോ പ്രതിഭാസവും ശരിക്ക് എല്ലാ ജീവജാലങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. എല്ലാ ജീവജാലങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതാണ്. ആ എല്ലാ ജീവജാലങ്ങളെയും ലക്ഷ്യമിട്ടുകൊണ്ട് നടക്കുന്ന സൂര്യൻ ഉത്തരായണത്തിലേക്കും ദക്ഷിണായനത്തിലേക്കും പോകുന്നത് ഉൾപ്പെടെ, സൂര്യൻ തെക്കോട്ട് പോകുന്നു, ഭൂമി മുകളിലേക്ക് പോകുന്നത് കൊണ്ട് സൂര്യൻ തെക്കോട്ട് പോകുന്നു. അപ്പോ അന്റാർട്ടിക് ഓഷ്യനിലുള്ള സർവ്വ ജീവജാലങ്ങൾക്കും വർഷത്തിൽ 6 മാസം സൂര്യപ്രകാശം കിട്ടും. പിന്നെ ഭൂമി താഴുമ്പോൾ സൂര്യൻ ഉത്തരധ്രുവത്തിലേക്ക് പോകും, ആർട്ടിക് ഓഷ്യനിലേക്ക്. അപ്പൊ അവിടെയുള്ളതിന് കിട്ടും. അപ്പൊ ഈ സൂര്യപ്രകാശം അങ്ങോട്ടും ഇങ്ങോട്ടും ലഭിക്കണമെങ്കിൽ, 6 മാസമെങ്കിലും ലഭിക്കണമെങ്കിൽ ഏതോ ഒരു ചൈതന്യം അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നു. ആ ചൈതന്യത്തെ ഭാരതീയർ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോ ഈ പ്രകൃതിയിലുള്ള സർവ്വചലനങ്ങളും സർവ്വതും ആധാരമായിരിക്കുന്നത് പൂവ് ഉണ്ടെങ്കിലും കായയില്ലാത്ത വൃക്ഷങ്ങള്, ചെടികള്, അതിനൊക്കെ തണ്ട് മുറിച്ച് നടാം.
കായ ധാരാളമുള്ള, ഫലം ധാരാളമുള്ള, വിത്ത് ധാരാളമുള്ള ചെടികളെ പലപ്പോഴും തണ്ട് മുറിച്ച് നട്ടാൽ പിടിക്കില്ല. അപ്പൊ തണ്ട് മുറിച്ച് നടേണ്ട ചെടികളെ ഉണ്ടാക്കിയതും തണ്ട് മുറിച്ച് നടണ്ട വിത്തുകൾ ഉള്ളതിൽ നിന്ന് ചെടികൾ ഉണ്ടാവാൻ തീരുമാനിച്ചതിന്റെയും പുറകിൽ ഒരു ചൈതന്യമുണ്ട്. ഈ ചൈതന്യത്തിനെയാണ് നമ്മൾ ഒരൊറ്റ വാക്കിൽ പറയുന്നത് ഈശ്വരൻ, ദൈവം. അതിനെയാണ് വേദങ്ങള് വാഴ്ത്തുന്നതും വിവരിക്കുന്നതും ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും. ഇത് നമ്മളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ. ഏതാനും മിനിറ്റുകൾ കൊണ്ട് പറഞ്ഞു കൊടുക്കാം, അവർക്കത് ഉൾക്കൊള്ളാനും സാധിക്കും. സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. എല്ലാ നന്മകളും നമ്മളിൽ ഉണ്ടാവട്ടെ. ഒരു ചൈതന്യവത്തായ ദിവസം, കരയാനും ദുഃഖിക്കാനും വേദനിക്കാനും നിൽക്കാതെ ചിരിപ്പിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും സന്തോഷിപ്പിക്കാനും എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് ഓരോ ദിവസത്തെയും ജീവിതം ധന്യമാക്കാനും നമ്മളുടെ പ്രവൃത്തി ഉതകട്ടെ. തെറ്റുകളിൽ നിന്ന് ശരികളിലേക്കും, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും, അശാന്തിയിൽ നിന്ന് ശാന്തിയിലേക്കുമുള്ള പ്രയാണം ഓരോ ദിവസവും. പ്രണാമം, സുപ്രഭാത വന്ദനം, ശുഭദിന പ്രാർത്ഥന. ഒരിക്കൽ കൂടി നമസ്കാരം.